ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മൈ FX മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ നാളത്തെ മാർക്കറ്റ് അനാലിസിലോട്ട് പെട്ടെന്ന് പോകാം. അതിന് മുന്നേ ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, നമ്മളെങ്ങനെയായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിനെ പ്ലാൻ ചെയ്തത്, ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ഓക്കെ. സോ ഇതിനകത്ത് ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി 24,000 ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു ഏരിയ, ദിസ് ഏരിയ, സോറി, യെസ്, 24,516, 24,525 ഈ ഒരു ഏരിയയിൽ നിഫ്റ്റി വരുവാണ്. ഈ ഏരിയയിൽ നിഫ്റ്റിനെ കിട്ടുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഷോർട്ട് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഐ തിങ്ക് ഇറ്റ്സ് എ പെർഫെക്റ്റ് ഏരിയ ഫോർ സെല്ലിങ്. സി, ഇവിടുന്ന് ഷോർട്ട് ചെയ്യണം താഴോട്ട്. എവിടെ വരെ നമ്മുടെ ഗ്യാപ്പ് ഫില്ലിംഗ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ മാർക്കറ്റ് കുറച്ചുകൂടെ താഴോട്ട് വീണിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ വരെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി എക്സാക്റ്റ് ആ ഒരു പ്രൈസിൽ നിന്ന് നിങ്ങൾ നോക്കി അറിയാം, എക്സാക്റ്റ് 525 ഈ ഒരു പ്രൈസിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സായി. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഒരു ഹയർ പ്രൈസിലെത്തുമ്പം നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ ഒരു പാറ്റേൺ, ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോ മാർക്ക് ചെയ്തിടുക. ദിസ് വാസ് എ ലോ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടാവും, അതിൻ്റെ ലോ മാർക്ക് ചെയ്തിടുക. ആ ലോ ബ്രേക്ക് ചെയ്യുമ്പം താഴോട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. അത് കണ്ട് മനസ്സിലാക്കി എഴുതി നോട്ട് ചെയ്ത് വെച്ചവർക്ക് ഈ ട്രേഡ് കിട്ടിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ട്രേഡ് അപ്പം എന്നിട്ട് ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ താഴോട്ട് ട്രേഡ് ചെയ്യാം. സോ ഇതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൾ ഓവർ ഈ ഒരു പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈസ് എ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. അതായത് മാർക്കറ്റിൽ വന്നിട്ട് ഗൂഗിളിൽ പോയിട്ട് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടും. ഹെഡ് ആൻഡ് ഷോൾഡറിന് സോപ്പാവുന്നത്, സോറി, പാറ്റേൺ. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ വീണ്ടും അതിനാണല്ലോ മുന്നേ വരുന്നത്. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, ഒരു മിനിറ്റ്, ഗൂഗിളിൽ മനസ്സിലായില്ല, ജസ്റ്റ് നമുക്ക് നോക്കാം. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഓക്കെ, ഇപ്പോൾ വന്നു. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുമ്പോൾ കണ്ടോ, ഇതാണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ആദ്യം ഒരു ലെഫ്റ്റ് ഷോൾഡർ, ഒരു ഹെഡ്, ഒരു റൈറ്റ് ഷോൾഡർ എന്ന് നോക്കിയാൽ കാണാം. ആദ്യം ഒരു ലെഫ്റ്റ് ഷോൾഡർ, പിന്നെ ഒരു ഹെഡ്, പിന്നെ ഒരു റൈറ്റ് ഷോൾഡർ. സോ ഇതിൻ്റെ സപ്പോർട്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ട്രേഡ് ഇവിടുന്ന് ചെയ്യാം. സോ ഇതാണ് ഈ ഒരു ചാർട്ട് പാറ്റേൺ. സോ ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തതും ഈ ഒരു പാറ്റേണിലായിരുന്നു. ഓൾ ഓവർ നോക്കുകയാണെങ്കിലും ആ ഒരു പാറ്റേൺ ആയിരുന്നു. ഇവിടുന്ന് നോക്കുകയാണെങ്കിലും നമുക്ക് ആ ഒരു ചാർട്ട് പാറ്റേൺ കിട്ടും. സോ നമുക്ക് ആസ് പെർ ബേസിക് പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കിയാലും ഈ എൻട്രി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ദിവസം മുതലേ ഞാൻ ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ ട്രെൻഡ് ലൈൻ ഞാൻ ലാസ്റ്റ് ദിവസം മുതലേ വരയ്ക്കുന്നുണ്ടായിരുന്നു. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോഴും ഈ ബ്രേക്ക് ചെയ്ത് വെച്ച് ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചാലും ഈ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ആൻഡ് ഇത് എന്ന് വെച്ചാൽ ഇൻവേർട്ടഡ് ഫ്ലാഗ് ആണ്. ഇൻവേർട്ടഡ് ഫ്ലാഗ് കാണിച്ചു തരാം. ഇൻവേർട്ടഡ് ഫ്ലാഗ്, ഇതൊക്കെ ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു ട്രേഡിങ് ചെയ്യുമ്പം ഇൻവേർട്ടഡ് ഫ്ലാഗ് പാറ്റേൺ, ഇൻവേർട്ടഡ് ഫ്ലാഗ് പാറ്റേൺ കണ്ടോ. മാർക്കറ്റ് താഴോട്ട് വീഴുന്ന സമയത്ത് മാർക്കറ്റ് ഒരിക്കലും ഡയറക്റ്റ് വീഴത്തില്ല. മാർക്കറ്റ് മുകളിൽ നിന്ന് വീണു, ഒന്ന് കൺസോൾട്ടേഷൻ, പിന്നെ താഴോട്ട്. അതായത് മാർക്കറ്റ് മുകളിൽ നിന്ന് വീണു, ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് താഴോട്ട്. സോ ഇതും ഒരു ചാർട്ട് പാറ്റേൺ ആണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു ചാർട്ട് പാറ്റേൺ ആണ്. സോ കംപ്ലീറ്റ്ലി ബേസിക് പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് താഴോട്ട് വീണിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ നമുക്ക് ട്രേഡ് ഉണ്ട്. ഈ ഒരു ഫാൾ കഴിയുമ്പം, ഈ ഒരു ബ്രേക്ക് കഴിയുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ മൂവ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ചാർട്ട് പാറ്റേൺ ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്കെയിൽ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാം. കണ്ടോ, ഇവിടെ ജസ്റ്റ് ഒരു ഇൻവേർട്ടഡ് ഫ്ലാഗ് ഉണ്ടാക്കി ആ ഒരു ഫാൾ ചെയ്തു, കൺസോൾട്ടേറ്റ് ചെയ്തു, താഴോട്ട് വീണു. ഓക്കെ, സോ ഈ ഒരു പാറ്റേണിലുമാണ് മാർക്കറ്റ് താഴോട്ട് വീണിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഒരു നിഫ്റ്റി ട്രേഡർ. സോ നിഫ്റ്റി അല്ല, ഒരു മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. സോ ഇത്രയും ഫോർമേഷൻ ഇന്ന് മാർക്കറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വീണിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ട്രേഡിംഗ് ലോജിക്, എങ്ങനെയാണ് ട്രേഡ് എടുത്തെന്നുള്ള അതിൻ്റെ ലോജിക്. സോ നാളെ മാർക്കറ്റ് നോക്കുമ്പോൾ, നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ ഒരു ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയ എന്നൊക്കെ 24,260, 250 ഈ ഒരു ഏരിയ എന്നൊക്കെ അതിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25,000 നോക്കട്ടെ. യെസ്, മാർക്കറ്റിൻ്റെ സപ്പോർട്ട് ഇതാണ്
താഴെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു 25,250 25,200 ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ മാർക്കറ്റ് ഒരു ബൗൺസ് കാണിക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിൽ വീണിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ മാർക്കറ്റ് ഒരു ഡബ്ല്യു പാർട്ടിന് ഒരു ബൗൺസ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ബൈ ഓൺ ദ ഡിപ്പ് മോളിലോട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, അത് കൺഫർമേഷൻസ് കണ്ടിട്ട് മാത്രം. ഇതേപോലെ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം. നല്ല ഫാളാണെങ്കിൽ ട്രേഡ് ചെയ്യരുത്. മാർക്കറ്റ് താഴോട്ട് വരട്ടെ. ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് താഴെ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് മോളോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പം 24,200 ഇവിടെയും ഈ ഫോർമേഷൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെയും ഈ ഒരു ഫോർമേഷൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഇവിടെ താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഡേ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആസ് പെർ മാർക്കറ്റ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അത് വെച്ച് ട്രേഡ് ചെയ്യാം. അതല്ല മാർക്കറ്റ് നേരെ താഴെ വന്ന് വീഴുകയാണെങ്കിൽ ഇവിടുന്നോ അല്ലെങ്കിൽ ഇവിടുന്നോ ഇതേപോലെ ഒരു പാറ്റേൺ തിരിച്ച് മുന്നോട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ താഴെ ഉണ്ട് കേട്ടോ ഈ ഒരു പാറ്റേൺ കണ്ടോ, ഇങ്ങനൊരു ഫോർമേഷൻ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അതല്ല മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് പെട്ടെന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ സെൽ ഓൺ ദ റൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് 24,450 ഈ ഒരു റേഞ്ചിൽ നിന്ന് സെൽ ഓൺ ദ റൈസ് 25,450 കണ്ടോ. ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആണ് കേട്ടോ, ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആണ് 24,450. സോ ഈ റേഞ്ചിൽ നിന്ന് സെൽ ഓൺ ദ റൈസ് താഴോട്ട് ചെയ്യാം. ഓക്കെ, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്തിട്ട് മാർക്കറ്റ് ഇന്നത്തെ പോലെ പെട്ടെന്ന് മുകളിലോട്ട് പോകുകയാണെങ്കിൽ മുകളിലോട്ട് ബൈ എടുക്കരുത്. ഇവിടുന്ന് താഴോട്ടാണ് ട്രേഡ് ചെയ്യുന്നത്, സെൽ ഓൺ ദ റൈസ്. അതല്ല ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് വീഴുന്നെങ്കിൽ മാർക്കറ്റ് താഴെ വരട്ടെ, ബൈ ഓൺ ദ ഡിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ഫാളോ ചെയ്തിട്ട് ആഫ്റ്റർനൂൺ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് കാണിക്കുമ്പോൾ ഇതേപോലെ ഒരു ഡബ്ല്യു പാറ്റേൺ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. സോ നമ്മുടെ നാളത്തെ ലെവൽസ് ഇതൊക്കെയാണ്. ബൈ ഓൺ ദ സെൽ ഓൺ ദ റൈസ്, ബൈ ഓൺ ദ ഡിപ്പ്. ഓക്കെ, ഇതാണ് നാളത്തെ ഫോർമേഷൻ. അപ്പോൾ നാളെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് നമുക്ക് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റുമോ? യെസ്, ഇവിടുന്ന് ട്രെൻഡ് ലൈൻ നമുക്ക് കിട്ടും. ഓക്കെ, ഈ ട്രെൻഡ് ലൈനിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു വീണു. ഇനി ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് നോക്കിയാൽ മതി, ഈ ട്രെൻഡ് ലൈൻ റെസ്പെക്റ്റ് മാർക്കറ്റ് ചെയ്യും. ഓക്കെ, മാർക്കറ്റ് അപ്പ് ഡൗൺ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് പോവുക. അപ്പം മാർക്കറ്റ് ഇവിടെ താഴെ വന്ന് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ അത് ഡബിൾ കൺഫർമേഷൻ ആയിരിക്കും. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഡബിൾ കൺഫർമേഷൻ ആയിരിക്കും. മനസ്സിലായോ? സെൽ ഓൺ ദ റൈസ്, ബൈ ഓൺ ദ ഡിപ്പ്. ഓക്കെ, സോ ഇന്ന് വെബിനാറിൽ അറ്റൻഡ് ചെയ്ത 10-60 സംതിങ് ആൾക്കാരുണ്ട്, എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ഇന്ന് അർജൻറ്റീനയുടെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ വരാനും നമ്മൾ ഡേ ചൂസ് ചെയ്തപ്പോൾ ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു നോക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഉടനെ നമ്മുടെ ഗ്രൂപ്പിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് ഇനിയും ഇതേപോലെ സെക്ഷൻസ് വേറെയും ചെയ്യാം. സോ നമ്മളിന്ന് ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഇതെല്ലാം നോക്കിയിട്ട് നിഫ്റ്റിയിൽ നാളെ മുതൽ ട്രേഡ് ചെയ്യുക. എന്നിട്ട് നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറുക. സോ ബൈ, ഗുഡ് നൈറ്റ്.